അല്ലാതെ എന്റെ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കാൻ വരണ്ട. എനിക്കിപ്പോ സംശയമുണ്ട്, വിഷ്ണുവിന്റെ പ്രശ്നത്തിന് പിന്നിലും ഇവനും കൂടി കൈയുണ്ടോന്ന്. ശിവ, ഇല്ലാത്ത കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞാലുണ്ടല്ലോ. ശിവ വേണ്ട, ഇപ്പൊ എന്ത് പറഞ്ഞാലും ഇവർക്ക് മനസ്സിലാവില്ല. എല്ലാവരുടെ മുമ്പിൽ ഞാനിപ്പോ കൊലയാളിയാ. ഇൻഷുറൻസ് തുകയ്ക്ക് വേണ്ടി ഭർത്താവിനെ കൊന്ന കൊലയാളി. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. പക്ഷെ ഒരിക്കൽ സത്യങ്ങളെല്ലാം മനസ്സിലാവും. അന്ന് എന്നെ വേദനിപ്പിച്ചതിനൊക്കെ ഈശ്വരന്റെ മുമ്പിൽ കണക്ക് പറയേണ്ടി വരും. അതപ്പോഴല്ലേ, അതപ്പോ പറഞ്ഞോളാം. മക്കളെ പോ. ഞങ്ങളിവിടെ നിക്കാന്ന് പറഞ്ഞു വന്നതാ. മുത്തശ്ശൻ ഇവിടെ നിർത്താത്തോണ്ട് ഞങ്ങള് പോവാ. മക്കളെ, നിങ്ങളോട് മുത്തശ്ശൻ ഒരു വഴക്കുമില്ല. നിങ്ങൾക്ക് രണ്ടാൾക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ വരാൻ നിൽക്കാം. പക്ഷേ നിങ്ങളുടെ അമ്മ ഇവിടെ നിർത്താൻ പറ്റില്ല. വേണ്ടച്ചാ, എന്റെ കുട്ടികളല്ലേ. ഞാൻ കള്ളിയാണെന്നല്ലേ പറഞ്ഞേ, വിശ്വാസവഞ്ചനക്കാരി. ഞാൻ അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്റെ ഒരംശം എന്റെ കുട്ടികളിലും കാണാതിരിക്കില്ലല്ലോ. അത് പിന്നെയും നിങ്ങളുടെ കുടുംബത്തിന് നാണക്കേടുണ്ടാക്കുന്ന കാര്യ. അതുകൊണ്ട് ഞാൻ എന്റെ മക്കളെയും കൊണ്ട് പോവാ. എന്താച്ചാ ആലോചിച്ചിരിക്കുന്ന? നിന്റെ കാര്യമല്ലാതെ മറ്റെന്താടാ എനിക്ക് ആലോചിക്കാനുള്ളത്? നമ്മള് പട്ടം പറത്തുമ്പോ പൊട്ടിപ്പോയ പട്ടാച്ചം കണ്ടിട്ടില്ലേ? കാറ്റ് എവിടേക്കാണോ അവിടേക്കൊക്കെ പാറി പറന്നടക്കും. ആ ഒരവസ്ഥയായിപ്പോ എന്റേത്. ലക്ഷ്യസ്ഥാനത്തെത്തും മുമ്പേ താഴെ വീണ് പോകാതിരുന്നാ മതിയായിരുന്നു. നിന്റെ ഈ ആത്മവിശ്വാസ കുറവാ ആദ്യത്തെ കുഴപ്പം. അത് മാറ്റിയാൽ എല്ലാം ശരിയാവും. അതെ, ആദ്യത്തെ ഗ്ലാസ് അച്ഛൻ്റെതാ. മധുരം തീരെയില്ല. എനിക്ക് അല്പസ്വല്പം മധുരം വേണം. ആ, അതെനിക്കറിയാം. മധുരം ഇട്ടില്ലെങ്കിലേ അമ്മ അകത്ത് പോയി ഇട്ട് കുടിക്കുമെന്നും അറിയാം. എന്തോ വലിയ ചർച്ചയിലായിരുന്നു തോന്നുന്നു. അച്ഛാ, അച്ഛന് മരുന്ന് വാങ്ങിക്കുന്ന കാര്യം പറഞ്ഞില്ലായിരുന്നോ? 1-2 ദിവസത്തേക്ക് കൂടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വാങ്ങിച്ചാ മതി. ഹലോ. ഈശ്വര, ചതിച്ചോ എന്റെ ഈശ്വര? എന്താ മൂർത്തി, എന്താ ഉണ്ടായത്? എന്താ മോനെ, എന്തു പറ്റി? എന്തോ ഇവന് സംഭവിച്ചിട്ടുണ്ട്. മൂർത്തി, എന്തെങ്കിലും ഒന്ന് പറ. അരുണേ, നമ്മുടെ ചരക്കം കൊണ്ട് ദുബായിലേക്ക് പോയ കപ്പലിന് ഹോർമൂസ് കടലിലേക്ക് വെച്ച് തീ പിടിച്ചു. ഈശ്വര, കോടികളാണ് നമുക്ക് നഷ്ടം. ഇതെനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാനാവില്ല. ഞാൻ ചിലപ്പോ ഇരുന്നേരിപ്പിലൊക്കെ ചത്തുപോകും. അതാണ് എന്റെ ഇപ്പോഴത്തെ അവസ്ഥ. മോൻ സങ്കടപ്പെടാതെ, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും. എന്ത് വഴിയച്ചാ? ആകെ ഉണ്ടായിരുന്ന പ്രതീക്ഷയും സ്വപ്നമാണ്. അതിനാണ് ഇപ്പൊ ഈ തീ പിടിച്ചിരിക്കുന്നത്. രക്ഷപ്പെടാനുള്ള ഒരേ ഒരു പിടിവള്ളി, അതാണ് ഒരു ദയാദാക്ഷിണില്ലാതെ എനിക്ക് മുന്നിൽ പൊട്ടിത്തകർന്ന് വീണിരിക്കുന്നത്. ഈശ്വര, എന്തെങ്കിലും ഒരു വഴി എന്റെ കുട്ടിക്ക് കാണിച്ചു കൊടുക്കണേ. മൂർത്തി, ഇങ്ങനെ തളരാതെ. ആളുണ്ടെങ്കിൽ എന്തോ ഉള്ളൂ. പിടിച്ചു നിൽക്കാനുള്ള കെൽപ്പുണ്ടെങ്കിൽ നഷ്ടങ്ങളെല്ലാം നികത്താവുന്നതേ ഉള്ളൂ. ഇത് നികത്താനാവാത്ത വലിയൊരു നഷ്ടമാണ് അരുണ. ഒന്നുകിൽ ഈ വീട് ഞാൻ വിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോ ജയിലിൽ പോവേണ്ടി വരും. ഈശ്വര, ഈശ്വര, എന്റെ കുട്ടിക്ക് ഇങ്ങനെ ഒരു ഗതി വന്നല്ലോ. ആര് രക്ഷിക്കൂവനെ? രക്ഷപ്പെടാനുള്ള ഒരു വഴി ആരാ ഇവനെ കാണിച്ചു കൊടുക്കുക?
സ്വാമി, വലിയൊരു ദുരന്തത്തിൽപ്പെട്ട് നിൽക്ക ഞങ്ങളുടെ ഈ കുടുംബം. ഇവന്റെ ബിസിനസ്സിൽ ഭീമമായ ഒരു നഷ്ടം വന്നിരിക്കുക. ഇതിൽ നിന്ന് എങ്ങനെ കരകയറുമെന്നറിയാതെ വിഷമിച്ച് നിൽക്കുക ഞങ്ങള്. ഞാൻ വീണ്ടും പറയുന്നു, ഒരു പുതു വെളിച്ചം ഈ വീട്ടിനകത്തെ കനത്ത അന്ധകാരം മാറ്റാൻ ഒരു ചെറു വെളിച്ചമായി കടന്നു വരും. ആ ചെറുതിരി വെട്ടം ഇവിടെ ഒരു സ്വർഗമാക്കി മാറ്റും. ഇപ്പൊ സംഭവിച്ച ഈ തകർച്ച വരാനിരിക്കുന്ന ഉയർച്ചയുടെ മുന്നറിയിപ്പാ. അതുകൊണ്ട് ഇപ്പോ ഒരു തകർച്ച വന്നു എന്ന് വിചാരിച്ച് സങ്കടപ്പെടേണ്ട കാര്യമില്ല. എല്ലാം മുകളിലിരിക്കുന്ന ഒരാൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു വാതിൽ അടയുമ്പോൾ 9 വാതിലുകൾ തുറക്കും. ഇതിലൊരു വാതിൽ മതി ഈ കുടുംബത്തിന്റെ രക്ഷയ്ക്ക്. ധൈര്യമായിരിക്കുക. എല്ലാം അറിയുന്ന സർവേശ്വരൻ ഈ വീടിനൊപ്പമുണ്ട്. മൂർത്തി, സമാധാനമായിട്ടിരിക്ക. ഈ സ്വാമി പറയുന്നത് കേട്ടില്ലേ? ഒന്നും സംഭവിക്കില്ല. അതേ മോനെ, ടെൻഷനാകണ്ട. ഒന്നും സംഭവിക്കില്ല. ഈശ്വരനുണ്ടാകും നമ്മുടെ കൂടെ. മൂർത്തി, വിശ്വസിക്കും. ഒന്നും സംഭവിക്കില്ല.